നമസ്കാരം. സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കത്തിന് മധ്യയാണ് ഇപ്പോൾ നാം. വിവിധ ടീമുകൾ 7 സംഘങ്ങൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ ന്യായീകരിക്കാനും വിവരിക്കാനും ലോക മനസ്സാക്ഷി ഉണർത്താനും ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള ലോകത്തിന്റെ പോരാട്ടത്തിൽ അണിചേരാൻ, ഇന്ത്യയുടെ പോരാട്ടത്തിൽ ലോകം മുഴുവൻ അണിചേരാനുള്ള ആഹ്വാനവുമായി വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ടീം, എല്ലാവരും ഉറ്റുനോക്കുന്ന ടീം, അമേരിക്ക സന്ദർശനത്തിനുള്ള ശശി തരൂർ ആൻഡ് ടീം. ശശി തരൂരിനോടൊപ്പം 6 പേരും കൂടിയുണ്ട്. സർവകക്ഷി സംഘമാണ്. BJP-യുടെയും ഘടകകക്ഷികളുടെയും എല്ലാം തന്നെ അംഗങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അവരുടെ ഒരു യാത്രാ പഥം അതിലേക്ക് ഒന്ന് വെളിച്ചം വീശുകയും അവര് നടത്തുന്ന ചില നിർണായകമായ നീക്കങ്ങളെ കുറിച്ച് ആദ്യ സൂചനകൾ നൽകുകയും അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു കർശനമായ നിലപാട്, അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. ഒന്ന്, തരൂർ ആൻഡ് കമ്പനി ലാൻഡ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ അവിടെയാണ് 9/11 മെമ്മോറിയൽ, ലോകം കണ്ട ഏറ്റവും കിരാതമായ ഭീകരാക്രമണം, സെപ്റ്റംബർ 11, 2001 അന്ന് പൊലിഞ്ഞ ജീവനുകൾ, അവരുടെ എല്ലാം ഫലകങ്ങളുണ്ട്. അതിൽ പുഷ്പാർച്ചന നടത്തി അവിടെ നിന്ന് തുടങ്ങുകയാണ് തരൂറും സംഘവും. നിർണായക കാരണമുണ്ട്. കാരണം അമേരിക്ക ഏറെ അനുഭവിച്ചിട്ടുള്ളതാണ് തീവ്രവാദത്തിന്റെ ഇരയായതിന്റെ വേദന. അതേ അമേരിക്കയുടെ മനസാക്ഷി ഉണരണം. 9/11 മെമ്മോറിയൽ അല്ലാതെ മറ്റൊരിടവും ഇതിന്റെ ഒരു സിംബോളിക് വാല്യൂ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് അവിടെ തുടങ്ങുന്നു. പക്ഷേ അമേരിക്കയിലെ സന്ദർശനം പിന്നീടാണ്. വിശദമായ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളുമായി സംസാരിക്കുന്നത്, രാഷ്ട്രീയ നേതൃത്വവുമായി ഈ സംഘം സംസാരിക്കുന്നത് ഏറ്റവും അവസാനമാണ്. ഇനി പോകുന്നത് യഥാർത്ഥത്തിൽ ഈ 4 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കാണ്. നമുക്കറിയാം, സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങളാണല്ലോ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുക. തെക്കൻ അമേരിക്ക, അമേരിക്കയുടെ തെക്കുള്ള പ്രദേശം, മെക്സിക്കോ മുതൽ തെക്കോട്ടുള്ള പ്രദേശം, മെക്സിക്കോ ഒഴിവാക്കിയിരിക്കുന്നു. ഗയാന രാജ്യമാണ് അടുത്ത സന്ദർശനം. ഗയാനയുടെ പ്രത്യേകത നമുക്കറിയാമല്ലോ, ഇന്ത്യൻ വംശജർ ഏറെയുള്ള 38% ഇന്ത്യൻ വംശജരുള്ള ഒരു സ്ഥലമാണ്. ബ്രിട്ടീഷുകാരൊക്കെ ഈ കരിമ്പിൻ തോട്ടത്തിലൊക്കെ ജോലി ചെയ്യാനായി ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നൊക്കെ കൊണ്ടുപോയ ആളുകളാണ് ഗയാനയിലെ നിവാസികൾ. മഹാഭൂരിപക്ഷം അവരുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്, 85%. ഗയാന എന്ന രാജ്യം നിർണായകമാകുന്നത് ഒരു ലാറ്റിൻ അമേരിക്കയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങളുടെ കൂട്ടത്തിലുള്ള രാജ്യങ്ങളെ പ്രത്യേകിച്ചും കണ്ട് അവരേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഗയാന സന്ദർശനം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം ഗയാനയുമായിട്ട് വലിയ രീതിയിൽ വാണിജ്യ ബന്ധമൊന്നും ഇന്ത്യക്കില്ല. ഗയാന ഇപ്പോൾ ഓയിൽ റിച്ച് സ്റ്റേറ്റ് ആണ്. വളരെ വൈകി വെനസ്വേലയോടൊപ്പം തന്നെ ഗയാനയും ഈ എണ്ണ പരിവേഷണ രംഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നു. അവർക്ക് എണ്ണ നിക്ഷേപമുണ്ട്. അത് വളരെ അടുത്ത കാലത്താണ് അതിൻ്റെ വാണിജ്യ സാധ്യതകൾ മനസ്സിലാക്കുന്നത്. ഗയാനയിൽ നിന്നും പോകുന്നത് പാനമയിലേക്കാണ്. പാനമ കനാൽ വലിയ തർക്ക വിഷയമാണ്. ട്രംപ് അത് ഏറ്റെടുത്ത് കളയും എന്നൊക്കെയുള്ള സംസാരമുണ്ട്. പാനമ വലിയ വാണിജ്യ സാധ്യതയുള്ള സ്ഥലമാണ്. പാനമ കിഴക്കൻ കടലുകളെ, അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ഹൈഫിനേറ്റ് ചെയ്യുന്ന പാനമ കലാക്കുള്ള രാജ്യമാണ്. അവിടെ നിർണായകമായ ഒരു സ്റ്റോപ്പേജ് പോയിന്റായി പാനമയെ കാണാം. അതിനുശേഷം പോകുന്നത് കൊളംബിയയിലേക്കാണ്. കൊളംബിയയും ശക്തമായ രാഷ്ട്രീയ സ്വാധീനം, തീവ്രവാദവും ഭീകരതയും അതുമാത്രമല്ല മാഫിയ സംഘങ്ങളും ഒക്കെ ഏറെ ഉള്ള ഒരു സ്ഥലമാണ് കൊളംബിയ എന്ന് ഓർക്കണം. അപ്പൊ അവർക്കൊക്കെ ഭീകരതയുടെ ഒരു മുഖം വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്നാൽ ഒരു പക്ഷേ ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ബ്രസീലാണ്. നമുക്കറിയാമല്ലോ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ബ്രിക്സ്, അതോടൊപ്പം തന്നെ വീണ്ടും ഒരു 5 രാജ്യങ്ങൾ കൂടി ചേർത്ത് 10 രാജ്യങ്ങൾ, കൂടുതൽ രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ്. അമേരിക്ക നേതൃത്വം നൽകുന്ന ഒരു ലോകക്രമത്തിനെതിരെ റഷ്യയും ചൈനയും ഇന്ത്യയൊക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു നാച്ചുറൽ പ്രതിരോധം, അമേരിക്കൻ ഡോളറിന്റെ തേർവാഴ്ചക്കെതിരെ ബ്രിക്സിന്റെ ഒരു സാന്നിധ്യം. അപ്പം ലോകക്രമം ഏകപക്ഷീയമായി അമേരിക്ക അനുകൂലമാകുന്നതിനോട് ഇന്ത്യക്ക് യോജിപ്പില്ല എന്നതിന്റെ ഉദാഹരണമാണ് ബ്രിക്സിലെ സാന്നിധ്യം, ഇപ്പോഴുള്ള സാന്നിധ്യം. ബ്രിക്സ് ബാങ്കും എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ബ്രസീൽ ഇന്ത്യയുടെ നല്ലൊരു വ്യാപാര പങ്കാളിയാണ്. എക്കാലത്തും ബ്രസീലിന്റെ പ്രസിഡന്റ് ലൂയി ഇനേഷ്യോ ലുലാ ഡ സിൽവയും അതിന് മുമ്പ് മുൻഗാമികളും എല്ലാം തന്നെ ഇന്ത്യയുമായി നല്ല ചങ്ങാത്തം പുലർത്തിയിരുന്ന, പലപ്പോഴും ഇന്ത്യയുടെ റിപ്പബ്ലിക്കൻ ഡേയ്ക്ക് മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ബ്രസീലിയൻ പ്രസിഡന്റാണ്. അപ്പോൾ ആ ബന്ധം
ഒരു ലാറ്റിൻ അമേരിക്കൻ ശക്തി ബ്രസീലാണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. ഫുട്ബോളിംഗ് ശക്തി മാത്രമല്ല, പൊളിറ്റിക്കൽ പവറും ഒക്കെയാണ്. അതുകൊണ്ട് അമേരിക്കൻ മേധാവിത്വത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന രാജ്യമൊന്നുമല്ല ബ്രസീൽ. പക്ഷേ ഇപ്പോൾ വളരെ ശാന്തത സംയമനം പാലിക്കുന്ന രാജ്യം. അപ്പോൾ ബ്രസീലിൻ്റെയൊക്കെ സ്വരത്തിന് ലോക വേദികളിൽ വിലയുണ്ട് എന്നത് ഇന്ത്യ മനസ്സിലാക്കുന്നു. ഇനിയുമാണ് പ്രധാനപ്പെട്ട വിസിറ്റ്. അത് സാക്ഷാൽ വാഷിങ്ടൺ DC, അതാണല്ലോ ഭരണസിരാ കേന്ദ്രം, അമേരിക്കയുടെ തലസ്ഥാനം. അവിടെ സെനറ്റർമാരുമായും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് അംഗങ്ങളുമായും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ നേതൃത്വവുമായും എല്ലാം തന്നെ ഈ സംഘം ചർച്ച ചെയ്യുന്ന ഒരു അവസരമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനമായ ന്യൂയോർക്കിൽ നിന്നും ഒരു റൗണ്ട് തിരിഞ്ഞ് വാഷിങ്ടണിലെത്തി, ലാറ്റിൻ അമേരിക്ക സന്ദർശിച്ച് വാഷിങ്ടണിലെത്തി നിൽക്കുമ്പോൾ അമേരിക്കൻ ദൗത്യം പൂർത്തിയാക്കിയാണ് ജൂൺ 6 ആ ദൗത്യ സംഘം തിരിച്ച് ഇന്ത്യയിലേക്ക് വിജയശ്രീലാളിതരായി വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതൊരു വശം. 2, അമേരിക്കയിൽ തന്നെ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ ജലവിഭവ വിനിയോഗവുമായി ബന്ധപ്പെട്ട തീവ്രമായ ഒരു ഡിബേറ്റ് നടക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അവിടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹാരിഷ് ഉഗ്രമായി ഇന്ത്യയുടെ ജലനയം, അതായത് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചു. പാകിസ്ഥാൻ ഒരു ടീമിനെ വിട്ടിട്ടുണ്ട്, അമേരിക്കയിലേക്കും രാജ്യങ്ങളിലേക്കും ടീമിനെ വിട്ടിട്ടുണ്ട്. ആ ടീമിന്റെ പൂർണ്ണമായ ഫോക്കസ് എന്ന് പറയുന്നത് ജലമാണ്. ഇന്ത്യ പാകിസ്ഥാനെ വെള്ളം കൂടി മുട്ടിക്കുന്നു, മനുഷ്യാവകാശ ലംഘനമാണ്. ഈ ഒരു കാര്യമാണ് പാകിസ്ഥാൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് 20,000-ഓളം പേരാണ് അതിർത്തി കടന്നു വന്ന ഭീകരതയുടെ ഇര കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ. അതുകൊണ്ട് എണ്ണി ഈ പാർലമെന്റ് അറ്റാക്ക്, അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ നിയമസഭ അറ്റാക്ക്, പഹൽഗാമിന് മുൻപ് നടന്ന മേജർ ബോംബെ ഭീകരാക്രമണം, 2008 മുംബൈ ടെറർ അറ്റാക്ക്, 26/11 ടെറർ അറ്റാക്ക്, അതുപോലെ പുൽവാമ ഉൾപ്പെടെയുള്ള ഉറി ഉൾപ്പെടെയുള്ള എല്ലാ അറ്റാക്കുകളെ കുറിച്ചും അതിന്റെ പാക് ബന്ധത്തെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ, എന്തുകൊണ്ട് ജലകരാർ മരവിപ്പിച്ചു, ഇന്ത്യ അർപ്പിച്ച വിശ്വാസം പാകിസ്ഥാൻ പാലിച്ചില്ല എന്ന വ്യക്തമായ സൂചന ലോകത്ത് നൽകുന്ന ഒരു തിരക്കിലാണ്. അതേസമയം തരൂർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, വിദേശത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ ആഭ്യന്തര രാഷ്ട്രീയവും വൈദേശിക രാഷ്ട്രീയവും ഞങ്ങളുടെ പരിഗണനയിൽ വരില്ല. അതുകൊണ്ട് വി വിൽ ബി ടൈറ്റ് ലിപ്ഡ് ഓൺ ഡൊമസ്റ്റിക് പോളിറ്റിക്സ് ആൻഡ് ഡൊമസ്റ്റിക് ക്രിറ്റിസിസം ആൻഡ് ഓൾസോ ദി ഫോറിൻ കൺട്രീസ് പോളിറ്റിക്സ്. പക്ഷേ ടർക്കി എന്തുകൊണ്ട് ഇന്ത്യയുമായി അകലം പാലിക്കുന്നു? ഇങ്ങനെ ഒരു ന്യായമായ ഒരു ചോദ്യം ഉണ്ടായി. ടർക്കിയോട് മൃദു സമീപനം ഇന്ത്യ മുൻകാലങ്ങളിൽ സ്വീകരിച്ചത്, പ്രത്യേകിച്ച് കേരളം 10 കോടി രൂപയാണ് 2023 തുർക്കി ഭൂകമ്പ സമയത്ത് കൊടുത്ത് സഹായിച്ചത്. അതേക്കുറിച്ച് ഇപ്പോൾ വലിയ ക്രിറ്റിസിസം ഇവിടെ ഉയരുന്നു. തരൂർ അതേക്കുറിച്ച് വിമർശിച്ചപ്പോൾ ജോൺ ബ്രിട്ടാസ് മറ്റൊരു സംഘാംഗമാണ്, മറ്റൊരു സംഘത്തിൻ്റെ അംഗമാണ്, കിഴക്കൻ മേഖലയിലേക്ക് പോകുന്ന ഒരു സംഘമാണ്. സംഘാംഗം അതിനുള്ള ക്ലാരിഫിക്കേഷൻ പറഞ്ഞു, മനോഹരമായി പറഞ്ഞു. ഇന്ത്യ ഓപ്പറേഷൻ ദോസ്ത് എന്ന ഒരു ഓപ്പറേഷനിലൂടെ ടർക്കിക്ക് വലിയ തോതിലുള്ള ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങളാണ് 2023 നൽകിയത്. അപ്പോൾ അതിൻ്റെ കാര്യം മറന്നുകൊണ്ട് എങ്ങനെയാണ് കേരള ഗവൺമെന്റിനെ മാത്രം വിമർശിക്കാനാകുന്നത്? ടർക്കിയുമായി ഒരു താതാത്മ്യപ്പെടുന്നതിൻ്റെ ഒരു അന്ത്രാള ഘട്ടത്തിൽ ടർക്കിയെ സഹായിച്ചതിൻ്റെ ഒരു 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 പൊള്ളത്തരം, അർത്ഥമില്ലായ്മ. തുർക്കി ഇപ്പോൾ ആക്റ്റീവായി പാക് അനുകൂല ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അതെല്ലാം എണ്ണി ചോദിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഇവിടെ ഈ സംഘം വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ സമാന്തരമായി ഇന്ത്യക്കുള്ളിൽ പ്രതിപക്ഷത്ത് നിന്ന് ചില സ്വരങ്ങൾ ഉയരുന്നു. കാരണം ഇപ്പോൾ ഒരു അലിഖിത നിയമമാണ്. ഇന്ത്യ ഒരു വലിയ ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ് ക്രീഗിലേക്ക് നീങ്ങുമ്പോൾ ആഭ്യന്തരമായി വേറിട്ട സ്വരങ്ങൾ തൽക്കാലത്തേക്ക് ജൂൺ 6 വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ, അതിനുശേഷം നമുക്കെല്ലാം തലനാരിഴ പരിശോധിക്കാം. പക്ഷേ പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായ വിമർശനങ്ങളാണ് വിദേശകാര്യമന്ത്രിക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജെ എന്ന രൂപത്തിൽ ജയശങ്കറിനെയാണ് എയിം ചെയ്യുന്നത്. വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ ഒരു കഴിവില്ലായ്മ, പിടിപ്പ് കേട് അല്ലെങ്കിൽ നോട്ടപ്പിശക എന്ന രീതിയിൽ വിമർശനമാണ്. ജെയുടെ വിശദീകരണം ഒന്നും പറയുന്നില്ല. പത്രലേഖകരും നിരീക്ഷകരും ഗുണിച്ച് ഹരിച്ചൊക്കെ എടുക്കുന്നത് ജെ ഫോർ ജോക്കർ. അപ്പം ജോക്കർ ജയശങ്കർ എന്നാണോ, അതോ ജൂട്ട ജയശങ്കർ എന്നാണോ, കള്ളം പറയുന്ന അല്ലെങ്കിൽ തീരെ പുഷോവറായ ജയശങ്കർ എന്നാണോ?
അപ്പൊ അങ്ങനെയൊക്കെ ഒരു വിദേശകാര്യമന്ത്രിയെ വ്യംഗ്യമായി വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്കത്ര യോജിച്ചതാണോ? അതുപോലെ ഇന്ത്യയുടെ വിദേശ നയം മാറിയോ എന്നൊരു ചോദ്യമാണ്. ഇതൊക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. വിദേശ നയത്തിന് യാതൊരു മാറ്റവും ഉണ്ടായതായി ഗവൺമെന്റ് പറയുന്നില്ല. പക്ഷേ ഒരു റിന്യൂഡ് വിഗറിൽ വിദേശ നയം മുന്നോട്ട് പോകുന്നു. നമ്മൾ സ്ട്രിക്ട്ലി ബൈലാറ്ററൽ പാകിസ്ഥാനുമായി ഇടപാടിൽ കൃത്യമായി ബൈലാറ്ററൽ പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ DGMOയെ വിവരം അറിയിക്കുകയും അങ്ങനെ അവർ തമ്മിലൊരു ധാരണയാവുകയും ചെയ്തു എന്നതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ പൊസിഷൻ. അവിടെ ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായോ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് ട്രംപിന്റെ പേര് ഇതിനകത്ത് വലിച്ചെടുക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ ട്രംപ് ഇന്ത്യ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അനൗൺസ് ചെയ്യേണ്ടി വന്നത്? രാഹുൽ ഗാന്ധി ജയശങ്കറിനോട് ഉയർത്തുന്ന 3 ചോദ്യങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്തുണയുമായി ധാരധാരയായി ക്യൂ നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പിന്തുണ ഇന്ത്യക്ക് കിട്ടാത്തത്? അത് വസ്തുതാപരമായി ശരിയാണോ എന്നറിയില്ല. ഒരു രാജ്യത്തിൻ്റെയും സൈനിക പിന്തുണ ഇന്ത്യ ആവശ്യപ്പെട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തെ മിക്ക ലോകരാജ്യങ്ങളും, പ്രമുഖ അമേരിക്കൻ, യൂറോപ്യൻ, ജപ്പാൻ, ഓസ്ട്രേലിയ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കർശനമായി വിമർശിച്ചതുമാണ്. അതുകൊണ്ട് പിന്തുണ എന്ന് പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന പിന്തുണ എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്ക് വേണ്ട പിന്തുണ ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഗവൺമെന്റിന്റെ ഒരു നിഗമനം. അല്ലാതെ മിലിറ്ററി സപ്പോർട്ട് ഇന്ത്യ ആവശ്യപ്പെട്ടില്ല, അത് ആഗ്രഹിക്കുന്നില്ല, അതൊരിക്കൽ സംഭവിക്കുകയുമില്ല. അതുപോലെ തന്നെ എങ്ങനെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനും ഇന്ത്യയും ബ്രാക്കറ്റ് ചെയ്യുന്ന ഒരു സമീപനം? മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് ക്ലിന്റന്റെ സമയം വരെ പാകിസ്ഥാനിലേക്ക് ഒരു അമേരിക്കൻ വിസിറ്റ് ഉണ്ടായാൽ, അമേരിക്കൻ പ്രസിഡന്റ് വിസിറ്റ് ചെയ്താൽ ഇന്ത്യയും സന്ദർശിച്ചിരിക്കും. അല്ലെങ്കിൽ ഡൽഹിയാണ് കേന്ദ്രം എങ്കിൽ ഇസ്ലാമാബാദും കൂടെ സന്ദർശിച്ചിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് പോകുന്നത്. അപ്പൊ ബ്രാക്കറ്റഡ് ഇന്ത്യ പാകിസ്ഥാൻ ഒരു നയം, അതിൽ നിന്ന് മാറി ഇന്ത്യയും പാകിസ്ഥാനെയും വെവ്വേറെ കാണുന്ന, മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ അനുസരിച്ച് കാണുന്ന അമേരിക്കൻ നയം മാറിയോ എന്ന ഒരു ചോദ്യവും, എന്തുകൊണ്ടാണ് വേൾഡ് നേഷൻസ്, അമേരിക്ക ഉൾപ്പെടെയുള്ള വേൾഡ് നേഷൻസ് ഇന്ത്യ പാകിസ്ഥാനെ ബ്രാക്കറ്റ് ചെയ്ത് കാണുന്നത് എന്നും രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അസുഖകരമായ ചോദ്യങ്ങളാണ്. അതിന് ഉത്തരങ്ങൾ പ്രത്യേകിച്ച് ജയശങ്കറിന് പറയാൻ സാധിക്കും. പക്ഷേ ഈ സമയത്ത് ഒരു വാദപ്രതിവാദത്തിലേക്ക് പോകുന്നത് പാകിസ്ഥാൻ ഉപയോഗിക്കും. ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും, ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ പാകിസ്ഥാന്റെ ടീമിനെ വലിയ മുതൽക്കൂട്ടാക്കും. കാരണം അവർ ആദ്യം പിടിച്ച് ലോകരാജ്യങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ലുക്ക്, ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു കൺസെൻസസ് ഇല്ല ഇക്കാര്യത്തിൽ. പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഭീകരവാദികളാണ് ഇന്ത്യയെ ആക്രമിച്ചതെന്ന് പറയുക? അവിടെ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് തന്നെ അതിൽ സംശയമുണ്ടെങ്കിൽ, പക്ഷേ കോൺഗ്രസ് പാർട്ടി വളരെ റെസ്പോൺസിബിൾ നിലപാടാണ് എടുത്തതെന്ന് ഓർക്കണം. പൂർണ്ണ പിന്തുണ ഗവൺമെന്റിനും സൈന്യത്തിനും ഓപ്പറേഷൻ സിന്ധൂറിന് അർപ്പിച്ചതിന് ശേഷമാണ് ചോദ്യം ചോദിക്കുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള, ഇത് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചോദ്യം ചോദിക്കാതെ ഇരിക്കുന്നതാണോ പ്രതിപക്ഷത്തിന് ധർമ്മം? അതോ ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായി ചോദിക്കുക എന്നതാണോ? അതോ ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമാണ്, ചോദിക്കേണ്ട ആളുകളാണ്, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷെ അതിനൊരു സമയവും നേരവും കാലവും ഒക്കെ വേണ്ടേ? അതിൻ്റെ പേരല്ലേ ഔചിത്യ ബോധം. ഇതെല്ലാം നോക്കിക്കൊണ്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. അതുകൊണ്ട് ഇന്ത്യ ഒരു ഡിവൈഡഡ് ഹൗസ് ആണ്. ഇവിടെ തന്നെ ആഭ്യന്തരമായി ഐക്യമില്ല എന്ന പ്രതീതി ജനിച്ചാൽ തരൂറും കൂട്ടരും അല്ലെങ്കിൽ മറ്റ് ടീമംഗങ്ങൾ വിദേശത്ത് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകരണത്തിലും ഇതിൻ്റെ അലയൊലികൾ പ്രതിഫലിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് എക്കാലത്തെയും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മെനൂവർ, മുൻകാലങ്ങളിൽ കാശ്മീർ വിഷയമൊക്കെ സംസാരിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പ്രതിനിധി അയച്ചു, വാജ്പേയി അയച്ചതൊക്കെ നമുക്കറിയാം. അത് മാത്രമല്ല സർവകക്ഷി സംഘത്തെയും അയച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ സ്കെയിലിലാണ് ഇപ്പോഴത്തെ നയതന്ത്ര നീക്കം. ഗവൺമെന്റിന്റെ മാത്രം നീക്കമല്ല, ദ കൺട്രി കോൾഡ് ഇന്ത്യ സ്പീക്കിംഗ്, അതായത് ഇന്ത്യയുടെ പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സെലക്റ്റഡായ ആളുകൾ ഇന്ത്യൻ ജനതയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നു വിദേശ രാജ്യങ്ങളുമായി. അത് പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ശരിയായ, ഭാരതം ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ടാകണമെങ്കിൽ ആഭ്യന്തരമായി നമ്മൾ ഒന്നാണ് എന്ന പ്രതീതി ജനിപ്പിക്കണം. തൽക്കാലത്തേക്കെങ്കിലും ഈ നയതന്ത്ര ദൗത്യത്തിൻ്റെ ഫലം അനുകൂലമാകണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ വഴി എന്നാണ് എൻ്റെ ചിന്ത.